മനുഷ്യൻ്റെ ഈ ജീവിതം യഥാർത്ഥത്തിൽ കളിയുമാണ്, എന്നാൽ കാര്യവുമാണ്. ജീവിതത്തെ ഒരു കളിയായി, ഒരു നാടകമായി, ലഘുവായി കാണാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന് തികച്ചും വ്യത്യസ്തമായൊരു ചിത്രം കിട്ടുമായിരുന്നു. നമ്മൾ ഈ ജീവിതം എന്ന കളിയെ കൂടുതൽ കാര്യമാക്കി എടുത്തതാണോ കുഴപ്പം, അതല്ല കാര്യങ്ങളെ കളിയാക്കി കണ്ടതാണോ കുഴപ്പം? കൃഷ്ണനെ സംബന്ധിക്കുന്ന ഇതിഹാസങ്ങൾ, പുരാണങ്ങളിലൊക്കെ ലീലകൾ എന്നാ പറയാം. ലീല എന്ന് പറഞ്ഞ കളിയാണ്. ജീവിതം കളി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കളിയുടെ ആ സ്പിരിറ്റ് എന്തൊക്കെയാണോ നമ്മൾ പറയില്ലേ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അതിനെ കാര്യമാക്കേണ്ടതില്ല. ഒരു നേരത്തെ പറഞ്ഞ KN പറഞ്ഞ ഒരു കാര്യത്തിൽ, അതായത് ഈ സ്വസ്ഥത അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് സ്വപ്നത്തിൽ മാത്രമല്ല, അത് അനുഭവിച്ച് കടന്നു പോയിട്ടുള്ളവരിവിടെ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു അന്വേഷണമാണ്. അപ്പോഴാണ് ഈ കളിയും കാര്യവും നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ സുഖം, സമാധാനം, ഇത് ബാഹ്യമല്ല, ബാഹ്യമായ പദാർത്ഥങ്ങൾക്ക് നൽകാൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവുണ്ടാവുകയും അത് ഞാൻ തന്നെയാണത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥനായി താൻ. ഈ സ്വസ്ഥത എന്നുള്ള വാക്ക് തന്നെ അതാണ്. സ്വസ്മിൻ സ്ഥീയത ഇതി ഭാവഹാന. ഞാനിൽ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ മറ്റു പലതിലും ഇരിക്കുകയാണ്. ഞാൻ എപ്പോഴാണോ എന്നിലിരിക്കുന്നത്, മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ എന്നെ അടർത്തി മാറ്റി ഞാൻ എന്നിലിരുന്നാൽ ഞാൻ ശാന്തനായി, സ്വസ്ഥനായി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മാഷ് പറഞ്ഞതായിട്ട് ഇപ്പോഴും ഓർമ്മിക്കുന്നത്, നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നല്ല വിശപ്പിൽ നിന്നുണ്ടാവുന്നതാണ്, നല്ല ദാഹം അല്ലെങ്കിൽ നല്ല കുടിവെള്ളം എന്ന് പറയുന്നത് നല്ല ദാഹത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതിനുശേഷം പിൽക്കാലത്ത് സാറ ജോസഫ് ടീച്ചറാണ് പറഞ്ഞത്, നല്ല രതിയും പ്രണയവും ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ്, അതിന് കിടക്കയുടെ ആവശ്യമില്ല. സ്വാഭാവികമായും ആനന്ദങ്ങളെ സ്വയം കണ്ടെത്താനുള്ള അവൻ്റെ കഴിവ് അപാരമാണെന്നിരിക്കെ അവനത് പുറത്തുള്ള വസ്തുക്കളിൽ കണ്ടെത്തുന്നതാണോ പ്രശ്നങ്ങളുടെ കാരണം? തീർച്ചയായിട്ടും. അതിനാണ് നേരത്തെ അങ്ങ് പറഞ്ഞത് ആത്മരതി എന്ന് പറയും. തന്നിൽ താൻ രതി കണ്ടെത്തുക, താൻ തനിക്ക് സുഹൃത്താവുക, തനിക്ക് തന്നോട് റെസ്പെക്റ്റ് ഉണ്ടാവുക, താൻ തന്നെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് തനിക്ക് യാതൊരു ഭയവും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുക, അതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. ഇമാം, ഈ ആത്മരതി എന്നുള്ള ഈ സങ്കല്പം കുറച്ചുകൂടി ഉയർന്ന സങ്കല്പമാണെങ്കിലും അത് ഞാൻ മാത്ര ദർശനത്തിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് സംശയം. അതൊരു സ്വാർത്ഥമായ ചിന്തയിലേക്ക് നമ്മൾ വഴിവിട്ട് പോകുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഇണങ്ങുവാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ എന്തിനോടും ഇണങ്ങി അവൻ സ്വയം അവൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി പോകുന്നുണ്ടോ? അതൊന്ന്. 2, അവൻ്റെ ഈ ഞാൻ മാത്ര ദർശനം ഈ സെൽഫിഷ്നെസ്സായ സ്വാർത്ഥമായ ചിന്തയിലേക്ക് അവനെ നയിക്കുന്നുണ്ടോ? തൻ്റെ അസ്തിത്വം തിരിച്ചറിയുന്നിടത്താണ് അവൻ യഥാർത്ഥത്തിൽ ഞാൻ ആരെന്നും ഈ കൂടെയുള്ള പ്രകൃതി ഉൾപ്പെടെ കൂടെ ഉള്ളതിനോടുള്ള ബന്ധം എങ്ങനെയെന്നും മനസ്സിലാക്കുന്നു. അത് തിരിച്ചറിഞ്ഞാൽ ഭീരുത്വവുമില്ല അവിടെ. കാരണം അവന് വിജയഭാവത്തിലാണ് പിന്നീട്. കാരണം തൻ്റെ നിയോഗം മനസ്സിലാക്കുന്നു, തനിക്കൊരു നിയോഗമുണ്ടെന്ന് അറിയുന്നു. ആ നിയോഗ നിർവഹണമാണ് തൻ്റെ മുഖ്യ അധ്യായം, അല്ലെങ്കിൽ തൻ്റെ മുമ്പിലുള്ള അജണ്ട അതാണെന്ന് മനസ്സിലാക്കുന്നു. ജീവനൊരു ലക്ഷ്യമുണ്ടോ? മനുഷ്യജീവന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിയുന്നിടത്ത് പിന്നീട് അവന് ഭീരുത്വമില്ല, അസ്വസ്ഥതയില്ല. അവനായി നിന്നുകൊണ്ട് തന്നെ അവൻ്റെ ചുറ്റിലേക്ക്, അവൻ്റെ ചുറ്റുപാടിലേക്ക് വികസിക്കാൻ കഴിയും. അവരിൽ അവന് സ്വാധീനിക്കാനും കഴിയും. സ്വാർത്ഥതയെ വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും അതിലൊരു അനുഭൂതി ഉണ്ടാവുകയും അവസാനം വരെ ഒരു മെഴുകുതിരിയെ പോലെ കത്തി വിജയഭാവത്തോടെ ഭീരുത്വത്തെ മറികടന്നുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ത്യാഗമാണ് മനുഷ്യജീവന്റെ ഏറ്റവും പ്രധാനമായ തിരിച്ചറിവും ത്യാഗവുമാണ് അവൻ്റെ നിയോഗം. തിരുമേനി, ഇത് തന്നെയല്ലേ ഒരർത്ഥത്തിൽ ജീസസും ചെയ്തത്? ആ തിരിച്ചറിവ് തന്നെയല്ലേ ജീസസിനെ ദൈവമാക്കി മാറ്റിയത്? മനുഷ്യനത് തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ മനുഷ്യനായി അവൻ തുടരുന്നത്? തീർച്ചയായിട്ടും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരൊറ്റപ്പെട്ട ദ്വീപായിട്ടല്ല, മറ്റുള്ളവരുമായിട്ടുള്ള സഹജീവികളുമായിട്ടുള്ള ബന്ധത്തിലാണ് മനുഷ്യനായിത്തീരുന്നത്. ആഫ്രിക്കയിലെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഉബുന്തു എന്ന് പറയും. ഉബുന്തു എന്ന് പറഞ്ഞാൽ ഐ ആം ബിക്കോസ് യു ആർ. അങ്ങായിരിക്കുന്നതുകൊണ്ടാണ് ഞാനായിരിക്കുന്നത്. അപ്പോൾ അങ്ങുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിയുന്നത്. അപ്പോൾ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ മനുഷ്യത്വമാണ് ദൈവം ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അതാണ്. സ്വയം കേന്ദ്രീകൃത സെൽഫിഷായിട്ടുള്ള ഒരു സ്വത്വം മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നു. നീഡും ഗ്രീഡും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ മേലാതെ, ആവശ്യവും അത്യാർത്തിയും തമ്മിലുള്ള വേർതിരിവ് എവിടെയാണെന്ന് അറിയാതെ അത്യാർത്തിയുടെ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ സ്വയം ചുരുങ്ങി, എന്നിലേക്ക് ചുരുങ്ങി,
അപരനെ അയൽക്കാരനെ തിരിച്ചറിയാതെ പോകുന്നതാണ് ഇന്നിൻ്റെ മനുഷ്യന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച. യേശു ക്രിസ്തു അതിനൊരു തിരുത്തലാണ്, ഒരു ബദൽ മനുഷ്യത്വമാണ്, ബദൽ സാധ്യമാണെന്ന സൂചനയാണ് നൽകിയത്. സൂചനയാണ് നൽകിയത്. അങ്ങിട്ടിരിക്കുന്ന വേഷം ചുമപ്പായതുകൊണ്ടും ഒരു കാലത്ത് ചെമപ്പുമായി വിവാദം ഉയർന്നതുകൊണ്ടും ഒരു ചോദ്യം കൂടി. ക്രിസ്തുവിൻ്റെ വിശ്വാസവും മാർക്സിൻ്റെ പ്രമാണങ്ങളും തമ്മിൽ എവിടെയൊക്കെയോ ചേർന്ന് പോകുന്നത് ഈ ഘട്ടത്തിലാണോ? അവനായിട്ടല്ല മറ്റുള്ളവന് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സർഗാത്മകമായ ശേഷിയുള്ള അപാര സാധ്യതയുള്ള ജീവിയാണ് മനുഷ്യനെന്ന തിരിച്ചറിവ് മാർക്സിനുണ്ടായിരുന്നു. മനുഷ്യനിൽ മാർക്സിന് വിശ്വാസമുണ്ടായിരുന്നു, ക്രിസ്തുവിനും വിശ്വാസമുണ്ടായിരുന്നു മനുഷ്യനെ. അതുകൊണ്ടാണ് പാപിയല്ല വെറുക്കേണ്ടത്, പാപത്തെയാണ് വെറുക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചത്. മനുഷ്യനെ മാറ്റാൻ കഴിയുമെന്ന് ഇവർ രണ്ടുപേരും വിശ്വസിച്ചിരുന്നു. ശരിയായിരുന്നോ? തീർച്ചയായിട്ടും ഒത്തിരി സാധർമ്മ്യങ്ങൾ ഇത് തമ്മിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാർക്സ് തന്നെ ക്രിസ്ത്യാനിറ്റിയിലും യേശുക്രിസ്തുവിലും വേദപുസ്തകത്തിലെ കാഴ്ചകളിലും ആകൃഷ്ടനായിരുന്നു. അതിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും ദർശനങ്ങളിലും വളരെ പ്രകടമാണ്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ എൻ്റെ ദൈവവിശ്വാസവും മാർക്സിസവും തമ്മിൽ വേർപിരിയുന്ന അനേക തലങ്ങളുണ്ട്. അത് ദൈവത്തെക്കുറിച്ചുള്ള മാർക്സിൻ്റെ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടെയുള്ളതാണ്. ശ്രീകേയൻ, ഇതേ ചോദ്യം തിരിച്ച് അങ്ങോട്ട് വന്നാൽ, സെൽഫിഷായി തീരുന്ന മനുഷ്യന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകൾ അവൻ മറന്നുകൊണ്ട് ഇമാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന് ത്യജിക്കുവാനുള്ള അവൻ്റെ അടിസ്ഥാനമായ കഴിവ് നഷ്ടപ്പെടുത്തുകയാണോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇമാമും സ്വാമിയും തിരുമേനിയും എല്ലാം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ മാക്സിം ഗോർക്കി അദ്ദേഹത്തിൻ്റെ ലോവർ ഡെപ്സ് എന്ന നാടകത്തിലെ സാറ്റിൻ എന്ന കഥാപാത്രത്തിലൂടെ വളരെ ഹൃദയസ്പർശിയായി, ഒരുപക്ഷെ 70കളിലെ ക്യാമ്പസുകളിലൊക്കെ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെട്ട ആ അർത്ഥത്തിൽ ചെടിപ്പുളവാക്കേണ്ടതാണ്, പക്ഷേ ഇപ്പോഴും നമുക്ക് കോരിത്തിരിപ്പുളവാക്കുന്ന ഒരു വാക്യം ആ നാടകത്തിലുണ്ട്. അന്യൻ്റെ വാക്കുകൾ പോലും സംഗീതം പോലെ ആസ്വദിക്കുന്ന, അപരൻ്റെ സാന്നിധ്യം പോലും സ്വർഗതുല്യമായി അനുഭവിക്കുന്ന ഒരു കാലം വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് സാറ്റിൻ പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ഒരു ആവിഷ്കാരമാണ്. അതിനൊക്കെ അപ്പുറത്ത് ഡോസ്റ്റോവസ്കിയുടെ നമ്മെ നടുക്കുന്നൊരു വാക്യമുണ്ട്: മനുഷ്യൻ എന്തൊരു ഹീന ജന്തുവാണ്. ഞാൻ വിചാരിക്കുന്നത് മനുഷ്യൻ എന്തൊരു ഹീന ജന്തുവാണ് എന്ന നമ്മുടെ തന്നെ കുഴിച്ച് എത്തുമ്പോൾ നമ്മെ തന്നെ ഭയപ്പെടുത്തുന്ന നമ്മളുടെ ഭീമാകാരമായ രൂപത്തെ നമ്മൾ അഭിമുഖീകരിക്കണം. ജന്തുവിന് തുടരുന്നു വാസനാബന്ധം ഇങ്ങുടലു വീഴുവോളവും എന്ന് കുമാരനാശൻ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഡോസ്റ്റോവസ്കിയുടെ കാഴ്ചപ്പാട് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഇരുണ്ട പുറത്തെ അനാവരണം ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ ഒരു ഇരുണ്ട പുറം മാത്രമല്ല, തിളങ്ങുന്നൊരു മറുപുറമുണ്ട്. ഈ രണ്ട് പുറങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എല്ലാം കൂടിച്ചേർന്നതുകൊണ്ടാണ് മനുഷ്യൻ എന്നും ഒരാമുഖം മാത്രമായി തുടരുന്നത്.